ഹായ് ഹലോ എവ്രി വൺ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. പൊതുവെ +2ഉം 10ാം ക്ലാസ്സും പഠിക്കാൻ സാധിക്കാത്ത കുട്ടികൾ ആ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടുമ്പോഴാണ് ഈ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാറുള്ളത് അല്ലേ. എങ്കിലും ഇത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ നിങ്ങളുടെ +2ഉം 10ാം ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്കൊരു സംശയമുണ്ട്. എന്താണെന്നല്ലേ, ഇത് കരിയർ ഡെവലപ്മെൻറ്റിന് യൂസ്ഫുൾ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോളേജുകളിൽ സീറ്റ് കിട്ടുമോ മിസ്സേ, അല്ലെങ്കിൽ അതൊരു ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് അതൊരു വലിയ തടസ്സമാകുമോ? ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ സംശയം. എന്നാൽ ആ സംശയം ക്ലിയർ ചെയ്യാൻ ഇപ്പോൾ ഞാനിവിടെയുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അല്ലെങ്കിൽ NIOS 10ാം ക്ലാസ്സുകാർക്കും +2 എന്ന് പറയുമ്പോൾ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് എന്നീ സ്ട്രീമുകളിലായിട്ട് പലതരത്തിലുള്ള സബ്ജക്റ്റുകൾ ക്ലിയർ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നുണ്ട് അല്ലേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകാരം ലഭിച്ചിരിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ ബോർഡാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പൺ സ്കൂളിങ്ങിലൂടെ നിങ്ങൾ നിങ്ങളുടെ +2ഉം 10ാം ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനും അതിനോടൊപ്പം തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ സാധ്യതയുണ്ട്. കാരണം 6 മന്ത്സിലാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ +2ഉം 10ും കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിലും അത് ഇക്വിവാലൻസിയാണ്. അതായത് നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ റെഗുലറായിട്ട് 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് NIOSൽ നിങ്ങൾ ഈ 2 സ്ട്രീമും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ സബ്ജക്റ്റ്, അതായത് ആ സ്ട്രീം ചൂസ് ചെയ്യാവുന്നതാണ്. കൊമേഴ്സ് താല്പര്യമുള്ളവർക്ക് ആ സ്ട്രീം ചൂസ് ചെയ്യാം. ഇനി SSLCയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പഠിക്കുന്ന പോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകളിലും അതേപോലെ തന്നെ ആർട്സ് സബ്ജക്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി NIOS നൽകുന്നുണ്ട്. അപ്പോൾ ഇനി BA പോലുള്ള ഗ്രാജുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും പ്രൊഫഷണൽ കോഴ്സുകളും അതോടൊപ്പം തന്നെ ഓൺലൈൻ ഡിഗ്രി ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും NIOS എന്ന സ്ട്രീം സെലക്ട് ചെയ്തു എന്ന് വെച്ചിട്ട് അത് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയൊന്നും വരുന്നില്ല. യു ക്യാൻ ഡു ദാറ്റ് ആൻഡ് യു ക്യാൻ കണ്ടിന്യൂ ദാറ്റ്. സോ ധൈര്യത്തോട് കൂടിയിട്ട് പഠനം പാതി വഴിയിൽ നിർത്തിയ വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സ്ട്രീം തന്നെയാണ് NIOS പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ NIOSന്റെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബറിലാണ്. കാരണം NIOS 2026 ഏപ്രിൽ ബാച്ചിൻ്റെ എക്സാം ഏപ്രിൽ മാസത്തെ നടക്കാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ ഡേറ്റ് ഷീറ്റ് വരാനുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. ഓൾറെഡി പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഷീറ്റ്, ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഒക്ടോബർ ബാച്ചാണ് നമുക്ക് NIOSൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിലെ അഡ്മിഷനൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ വേണം. ഒക്ടോബർ ബാച്ചിലേക്കുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ആവണം അല്ലേ. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും റിവിഷൻ നോട്ട്സും ഷോർട്ട് നോട്ട്സും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് TMA അസിസ്റ്റൻസ് പോലും കിട്ടിയാൽ അടിപൊളിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്ലാറ്റ്ഫോമാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, എത്രയും പെട്ടെന്ന് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളത്. ഓൾമോസ്റ്റ് നമ്മുടെ സീറ്റ്സ് ഒക്കെ ഫുള്ളാണ്. പക്ഷേ ഇനി ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടണം എന്നാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം.